കുറച്ചു നേരം പുറത്തൊക്കെ പോയി നമ്മുടെ സ്നോയുടെ സ്ഥിതിഗതികൾ അറിയാൻ എന്തോരം സ്നോ ഉണ്ട്. പോയി തുടങ്ങിട്ടോ. നന്നായി വെയിലുദിക്കുന്നുണ്ട്. സ്നോ ഒക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങി. പക്ഷെ നാളെ കഴിഞ്ഞ് വീണ്ടും സ്നോഫോൾ ഉണ്ട്. എന്തായാലും ഇന്നത്തേക്ക് ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്. പക്ഷെ ഈ സ്നോയെ കുറച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഐസ് പോലെ വരും. അതും ഓൾസോ ഭയങ്കര റിസ്ക് ആണ്. അതൊക്കെ പോട്ടെ. ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി തണുപ്പൊക്കെ കൊണ്ടപ്പോൾ എനിക്ക് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. എൻ്റെ ആകെയുള്ളത് സവോളയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയാലോ? എന്നിട്ട് ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ഉള്ളിവട തണുത്ത ജ്യൂസിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ കൂടെ നമ്മുടെ വെജിറ്റബിൾ കട്ടറിലൊക്കെ ഇട്ടിട്ട് കുനുകുനാന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞവട്ടണം. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സവോളയിലത്തെ നീര് മൊത്തം ഇറങ്ങണം. അതുപോലെ ഉള്ളിട്ടിട്ട് നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഞവിടാം. കൈ വെച്ചിട്ട് തന്നെ ഞവിടാണ് കേട്ടോ. കൈ വെക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് ഇങ്ങോട്ട് വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ഏതാണ് അത്? നന്നായിട്ട് നമ്മളിത് ഞവിടെയുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം. ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട് കൊടുത്താൽ മതിയാവുമായിരിക്കും കേട്ടോ. ചിലർ കടലമാവും കൂടെ മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ കടലമാവിൻ്റെ ഫാനല്ല. അതുകൊണ്ട് ഞാൻ മൈദ മാത്രം ഇട്ട് കൊടുക്കും. അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്കൊരു കൺസിസ്റ്റൻസി ഏകദേശം അറിയാലോ. എനിക്കറിയില്ല ഇതിൻ്റെ അളവൊന്നും പറഞ്ഞുതരാൻ. ഒരു നുള്ള് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. നുള്ളു മതിയേ. കായപ്പൊടിയല്ല, കായം പൊടി. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇഞ്ചി ഇതിൽ ഇച്ചിരി കൂടുതലാണ്. ഇത്ര ഇഞ്ചിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പരിപ്പ് വട, ഉഴുന്നുവട, ഉള്ളിവട, പിന്നെ വേറെ വല്ല വടയുണ്ടോ? ഈ 3 വടകളിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വട ഉള്ളിവട കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചി കൂടിപ്പോയി. ഇന്ന് ഞാൻ പുതിയൊരു വടയും കൂടെ കണ്ടുപിടിച്ചു, ഇഞ്ചി വട. കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? കഴിച്ചു നോക്കാവേ. കാണാനൊക്കെ സൂപ്പറാണ്. നല്ല ഫ്ലഫിയാണ്. പൊട്ടിക്കുമ്പോഴും സൂപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു ഇത്തിരി ഉപ്പ്, ഇത് രണ്ടും ഇതിനകത്ത് കൂടുതലാണ്. പക്ഷെ ഓക്കെ, കഴിക്കാൻ പറ്റാത്ത കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.